ഇപ്പോൾ രജിസ്ട്രാർ VC-യുടെ തീരുമാനത്തെ, ചാൻസലർ തീരുമാനത്തെ, ചാൻസലറിന്റെ അറിവോടുകൂടിയുള്ള തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെ സർവകലാശാലയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് പ്രതിഷേധങ്ങൾക്കോ ഇന്ന് സിൻഡിക്കേറ്റ് ഉൾപ്പെടെ ഇടപെടലുകൾക്കോ സാധ്യതയുണ്ടോ, അതോ ഹൈക്കോടതിയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലാണോ എല്ലാവരുടെയും കണ്ണ്? ഡോക്ടർ രതീഷ്, താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസുമായി രാവിലെ സംസാരിച്ചിരുന്നു. അവർ ഇന്നിപ്പോൾ രാവിലെ സർവകലാശാലയിലേക്ക് എത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹൈക്കോടതിയിലെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും എത്തുക. ഏതായാലും പോലീസിൻ്റെ വലിയ സുരക്ഷ തന്നെ കേരള സർവകലാശാല ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിനെതിരെ, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്ന തീരുമാനത്തിന് അനുകൂലമല്ലാതെ നിന്ന് VC പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ സിസ തോമസ് സ്വാഭാവികമായിട്ട് ഇന്ന് വരുമ്പോൾ അവർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടുന്നു. കാരണം DYFI അല്പം മുൻപ് അവരുടെ സിസ തോമസിന് ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം രാജവാഴ്ചയല്ല, അല്ലെങ്കിൽ രാജ ഉത്തരവ് വേണ്ടവരല്ല, അങ്ങനെയാണെങ്കിൽ തലസ്ഥാനത്തിന്റെ ചൂടറിയേണ്ടി വരും എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ ഷിജു ഖാൻ സിൻഡിക്കേറ്റ് അംഗമാണ് ഇപ്പോൾ ഈ സർവകലാശാലയിലേക്ക് എത്തുന്നത്. അപ്പോൾ ചൂടറിയുമെന്ന് DYFIയും വ്യക്തമാക്കിയിട്ടുണ്ട്. നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് സിൻഡിക്കേറ്റ്. അല്ല, ഇന്ന് അയ്യോ പതിയെ തിരക്ക് കൂട്ടണ്ട. ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയം കൃത്യമായി നിരീക്ഷിക്കുന്നവരും ഈ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളുമാണ് നിങ്ങൾ, പൊതുവിൽ കേരളീയ സമൂഹവും. കഴിഞ്ഞ ദിവസങ്ങളിൽ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഞങ്ങളുടെ സിൻഡിക്കേറ്റിൻ്റെ കൺവീനറായിട്ടുള്ള ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് G. മുരളീധരൻ വ്യക്തമായി പറയുകയുണ്ടായി. ഇന്നലെ സിൻഡിക്കേറ്റിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ, നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കോടതിയുടെ മറ്റു കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായി കോടതിയിരിക്കുന്ന വിഷയത്തിൽ ഒരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തത് ശരിയാണോ ഷിജു? ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രശാന്ത് ഉന്നയിച്ചത്. പക്ഷെ അതിനോട് ഷിജു ഖാൻ മറുപടി പറഞ്ഞില്ല. കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഷിജു ഖാൻ അടക്കമുള്ള സിൻഡിക്കേറ്റാണ് കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്ത്